4 വോട്ട് കിട്ടാൻ എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് മുമ്പോട്ടേക്ക് വന്നില്ലെങ്കിൽ അടുത്ത ടേമിലും വലതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ എന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ആലോചിക്കുന്ന ലീഗിന് ഒരു ദാർശനികമായ നിലപാടുമില്ല. അതിന്റെ ആശയതലം കൈകാര്യം ചെയ്യുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞാൽ മുസ്ലിമിനെതിരാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് അവർ വർഗീയമായ നിലപാടിന്റെ ഭാഗമായിട്ടാണ്. മതം തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞ ഷാജി ഉണ്ടല്ലോ, വർഗീയവാദികളാണ്. ആ വർഗീയവാദത്തെ ഞങ്ങൾ ശക്തിയായിട്ട് അന്ന് എതിർത്തിട്ടുണ്ട്. വർഗീയവാദികളുമായി കൂട്ടുചേർന്നുകൊണ്ടിരിക്കുന്ന ഈ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിനെയും ലീഗിനെയും ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും എതിർത്തിട്ടുണ്ട്. മാറി മാറി ബി.ജെ.പിയുമായിട്ട് ചേരുന്നതിൽ ഒരു വിഷമവുമില്ല. ബി.ജെ.പിക്ക് വോട്ട് പിടിച്ച ലീഗുകാരുണ്ട് ഈ കേരളത്തിൽ. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് SIR എന്ന് പറയുന്നത് പിണറായി വിജയനാണല്ലോ കൊണ്ടുവന്നത് എന്ന് വീട് കയറി പ്രചരിപ്പിച്ച ആളുകളുണ്ട് ഈ കേരളത്തിൽ, ഈ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ. എന്തും പറയാൻ യാതൊരു മടിയില്ലാതെ ഉളുപ്പില്ലാതെ ഒരു സൈസ്. അധികാരം നഷ്ടപ്പെട്ട് പുറത്തിരിക്കുമ്പോഴും സഹിക്കുന്നില്ല. എങ്ങനെയും അധികാരത്തിലേക്ക് വരണമെന്നുള്ള വാശി അവരിലുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങളെ സംരക്ഷിക്കാനല്ല, ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനല്ല,